CJ റോയിയുടെ മരണത്തിന് ശേഷമാണ് CJ റോയിയെ കുറിച്ച് ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നത്. മരിക്കുന്നതിന് മുൻപ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആരും ചർച്ച ചെയ്യേണ്ട കാര്യം പോലുമില്ല. പ്രത്യേകിച്ച് ED റെയ്ഡിന്റെ സമയത്ത് മരിച്ചു എന്നുള്ളത് പിന്നീട് EDയുടെ സമ്മർദ്ദം മൂലം എന്നൊക്കെയുള്ള ചില കണ്ടെത്തലുകൾ പലരും നടത്തി. അവിടെ നിന്നൊക്കെ പിന്നീട് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ചർച്ചകളിലേക്കായി. ക്രിസ്റ്റൽ നമ്പൂതിരി എന്ന് പറയുന്ന ആൾ ജീവനോടെ ഉണ്ടോ ഇല്ലയെന്ന് പോലും അറിയാത്തൊരു സംശയത്തിലേക്ക് നിൽക്കുന്നു. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി വന്നത് ഇന്റർനെറ്റ് കോളുകൾ, അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇന്റർനെറ്റ് കോളുകൾ റോയി ചെയ്തു എന്നുള്ള ചില നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടുണ്ട്. റോയിക്ക് സ്ലോവാക്യ എന്ന രാജ്യത്ത് കോൺസുലർ ജനറൽ എന്ന പദവിയുണ്ട്. അതുവഴി ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതിന്റെ സ്ഥിരീകരണം നമുക്കറിയില്ല. ഇത്തരത്തിൽ റോയിയുടെ ഈ ഇടപാടുകൾ, ചില പണമിടപാടുകളിൽ ഭയന്നാണ് റോയി മരിച്ചത് എന്ന് പറയുന്നുണ്ട്. ഏകദേശം 1 മാസത്തോളം നീണ്ട തയ്യാറെടുപ്പ് ഈ മരണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു, എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എങ്കിലും ഈ EDയെ വലിയ ഭയമില്ലാത്ത റോയി മറ്റാരെയാണ് ഇത്ര വലിയ രീതിയിൽ ഭയപ്പെട്ടിരുന്നത്? അപ്പോൾ റോയിയുടെ മരണം, നമ്മൾ ഈ പറയുമ്പോൾ റോയിയുടെ മരണം ആദ്യമേ സംഭവിച്ചതിന് ശേഷം ഇതൊരു ശരിക്കും നമ്മുടെ ഏജൻസിയുടെ അന്നേരത്തെ ഉണ്ടായ ഇടപെടൽ കൊണ്ട് മരിച്ചെന്നുള്ള രീതിയിലൊരു പ്രചരണം നടത്താൻ ശ്രമിച്ചു. അത് മാധ്യമങ്ങൾ ശ്രമിച്ചു, അതിൻ്റെ കൂടെ അവരുടെ കുടുംബം ശ്രമിച്ചു. ഒരു പക്ഷേ ഏറ്റവും അവസാനം അതിനകത്തുനിന്ന് നമ്മൾ കാറിന് ഡ്രൈവർ പറഞ്ഞു, എത്ര പ്രസന്നവദനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവിട്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ലായിരുന്നു. അതിനുശേഷം ഈ മരണം ഇങ്ങനെ ശ്രമിച്ചു. അപ്പം അതിനകത്ത് ആദ്യമേ ഇതിൻ്റെ റോയിയുടെ മരണത്തിന് ശേഷം ഉള്ള ഈ നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതായത് ഒരു കുഴപ്പവുമില്ലാത്ത ഒരാളെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അന്നേരത്തെ സമ്മർദ്ദത്തിലാക്കി മരണമടഞ്ഞു എന്നുള്ള രീതിയിലേക്കാണ് വന്നത്. അപ്പോൾ അതിനകത്ത് വലിയ വലുപ്പത്തിൽ അന്വേഷണമായി ഇവിടുന്ന് കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ബന്ധപ്പെട്ടല്ലോ. ആദ്യം ഒന്ന് ബന്ധപ്പെട്ട് പിന്നെ അതിൻ്റെ പുറകിലേ ഇല്ല, നമ്മൾ അതും കൂടെ അതിൻ്റെ കൂടെ വായിക്കും. അപ്പം പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് SIT അന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു. 1 സാമ്പത്തിക ഇടപാടുകൾ, 2 കുടുംബ പ്രശ്നമുണ്ടോ, 3 ആദായ നികുതി വകുപ്പിൻ്റെ ഇടപെടലിനകത്ത് വിഷയം വല്ലതും ഉണ്ടോ. അതിനകത്ത് SIT ആവർത്തിക്കുന്നു, ഇപ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ ഇടപെടലിനകത്ത് പോരായ്മയുള്ളതായിട്ട് കാണുന്നേ ഇല്ല. 2 വട്ടപ്പാര് ചോദ്യം ചെയ്തിട്ടുണ്ട്. കുടുംബ പ്രശ്നത്തിനകത്ത് വ്യക്തത വരുത്തി പറഞ്ഞിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിനകത്തും ഏതാണ്ട് എന്നാ വലിയ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് വരുന്നില്ല. 3ാമത്തെ ഇടത്താണ് ഇപ്പൊ പ്രശ്നങ്ങൾ. ഏറ്റവും അവസാനം SIT തേടുന്നു മരണകാരണം, തേടി ആദ്യം കിട്ടി. ആത്മഹത്യാക്കുറിപ്പല്ല, 6 മാസത്തെ ഡയറി റിപ്പോർട്ടാണ്. ഈ ഡയറി റിപ്പോർട്ടിനകത്ത് നേരത്തെ തീരുമാനിച്ചിരിക്കുന്നു, നിക്കക്കള്ളിയില്ല, പല രീതിയിലും അന്വേഷണം വരുന്നു. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ, അതിപ്പോൾ തന്നെ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ മാനേജർ പറഞ്ഞിരിക്കുന്നു, ഒരു കുഴപ്പവുമില്ല, ഒരു പ്രശ്നവുമില്ല, എല്ലാവർക്കും വിശ്വസിക്കാം, ഒരു സാമ്പത്തിക ബാധ്യതയും ഞങ്ങൾക്കില്ല. പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. ഇറക്കിയിട്ടില്ല. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഇൻവെസ്റ്റ് ചെയ്തവർക്കും ഇനിയും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്കും നേരത്തെ ഉള്ളതിനെക്കാട്ടിൽ മെച്ചമായിട്ട് പോകും. അപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എവിടെയോ പൊളിഞ്ഞു തുടങ്ങിയോ എന്ന് ഉള്ള ആശങ്ക ഉണ്ടായിട്ടാണല്ലോ. എനിക്കൊരു കുഴപ്പമില്ലെന്ന് സിനുജി വിളിച്ചു പറയാൻ. സിനുജി നോർമൽ ഒരു മനുഷ്യനാണ്, റോഡിലോട്ട് ഇറങ്ങിയിട്ട് എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ, എനിക്കൊരു കുഴപ്പം, അവിടെ തന്നെയല്ലേ പ്രശ്നം. അപ്പൊ ഇതിനകത്ത് ഈ അന്വേഷണം ഇപ്പൊ SITക്കകത്ത് ഇവരാരും വിചാരിച്ചല്ല പ്രശ്നം. റോയിയെ ഏജൻസി ഒന്നും ചെയ്തിട്ടില്ല. റോയിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആര് ചോദിച്ചു? എന്തിനു ചോദിച്ചു? ചോദ്യങ്ങൾ ചോദിച്ചത് ഉദ്യോഗസ്ഥരാണ്, പക്ഷെ ചോദിപ്പിച്ചത് അന്താരാഷ്ട്ര മാനമുള്ള ചോദ്യമാണ്. UAE നിന്നാണ് ചോദ്യം വന്നത്. അതിനപ്പുറം ഉള്ളതൊന്നും ചോദ്യം വന്നിരിക്കുന്നു. അയാൾ 2 ഇന്റർനെറ്റ് കോളുകൾ വിളിച്ചിരിക്കുന്നു. ഇന്റർനെറ്റ് കോൾ എന്തിനാ റോയി വിളിക്കുന്നത്? റോയിക്ക് എത്ര ഫോൺ ഉണ്ടാവും? റോയിക്ക് എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടാവും? റോയി അപ്പം അതിനകത്തുനിന്ന് ഇന്റർനെറ്റ് കോളിന്റെ അറിയാമല്ലോ, വിളിച്ച തിരിച്ചു വിളിച്ചാൽ പറയും ഈ നമ്പറേ ഇല്ലെന്ന്. അപ്പൊ അതിന്റെ സോഴ്സ് കണ്ടെത്തുന്നതിന് വേണ്ടി വലിയ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനത്തെ കോളുകൾ വിളിക്കുന്നത് നമുക്ക് പറഞ്ഞുകൂടാ. ഈ പറയുന്ന പോലെ രാജ്യവിരുദ്ധ ശക്തികൾ, ഭീകരവാദികൾ, മറ്റു പലർച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ ബന്ധങ്ങളാണ്. കാരണം മറച്ചു പിടിക്കേണ്ട കോൾ. അപ്പം ഇതിനകത്ത് ഇപ്പം ഈ റോയിയുടെ മരണത്തിനകത്ത് നമ്മളൊരു കാര്യം പറഞ്ഞല്ലോ, നമ്മളെല്ലാം കൂടി ഇരുന്നിച്ചാ പറഞ്ഞു. എന്തുകൊണ്ട് റോയിയുടെ മരണത്തിന് ഈ പറയുന്ന വലിയ ആഡംബരത്തിലുള്ള ആൾക്കാരില്ലായിരുന്നു, രാഷ്ട്രീയ നേതാക്കളില്ലായിരുന്നു. ഇത്രയും 9,000 കോടി രൂപയുടെ ബിസിനസ് ചെയ്തവന്റെ കൂട്ടത്തിൽ അതേ മാനത്തിലുള്ള ബിസിനസ്സുകാർ കാണുമല്ലോ. ഏതെങ്കിലും വലിയ ബിസിനസ്സുകാർ നമുക്കറിയാവുന്ന പറഞ്ഞാൽ ആ വലിപ്പത്തിലുള്ള ആരെയും കണ്ടില്ല. ആരും അനുശോചനം രേഖപ്പെടുത്തിയിട്ടില്ല. പ്രധാനപ്പെട്ട ലുലുവിന്റെ മുന്നിലുള്ള അനുശോചനം രേഖപ്പെടുത്തി നിങ്ങൾ കണ്ടോ?
അല്ല, പ്രധാനപ്പെട്ട കക്ഷിയാണ്. കാരണം ആരും രേഖപ്പെടുത്തിയില്ല. കുറഞ്ഞ ആസ്തിയല്ലല്ലോ. എവിടെ പിന്നെ ബിസിനസ് നടന്നു? ദുബായ് ബിസിനസ് എത്രയും എന്ത് വേഗതയിലാണ് അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടന്നത്, എന്ത് വേഗതയിലാണ് ആ കുടുംബം തിരിച്ചു പോയത്. SIT ഇനി ഇദ്ദേഹത്തിന്റെ ഡിജിറ്റൽ രേഖകൾ പരിശോധിക്കുന്നതിന് വേണ്ടി ദുബായിൽ പോകണം. അവിടെ എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് അത് നശിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അന്വേഷണത്തിന് നമ്മളാലും നിൽക്കുമോ? നമ്മുടെ വീടിന്റെ നാഥനായിട്ട് നിൽക്കുന്ന ഒരു കക്ഷിയുടെ ഒരു മരണം നമ്മൾ എത്ര കാലം പുറകോട്ടും? ഈ 9,000 കോടി രൂപ തീരുന്നിടം വരെ നമുക്ക് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ അതിന്റെ പുറകെ പോകത്തില്ലേ? അവർ പറഞ്ഞു വേണ്ട, ഭാര്യ പറയുന്നു വേണ്ട, മോഹൻ പറയുന്നു വേണ്ട, പത്രസമ്മേളനമില്ല. ഈ നേരത്തെ പറഞ്ഞിരുന്ന ആദായ നികുതി വകുപ്പിന്റെ കാരണക്കാരനായിട്ട് പറഞ്ഞിരുന്ന റോയിയുടെ ചേട്ടനും ആർക്കും ഈ അന്വേഷണത്തിന് പുറകോട്ട് പോകണ്ട. അന്വേഷണം വിപുലമായാൽ, അതിന്റെ അതിവ്യാപ്തമായാൽ അതിന്റെ പുറകിൽ കാര്യങ്ങളുണ്ട്. അതിന്റെ പുറകിൽ റോയി അങ്ങ് തീർന്നാൽ തീരുന്നതാണോ എന്നുള്ള ഭയം കുടുംബത്തിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായത് സിനു, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ അല്ല ഇതിന്റെ കാളം. ഇപ്പം നോക്കുമ്പോൾ ദുബായിലാണ്. ദുബായിൽ താമസിക്കുകയാണ് ആ കുടുംബം. ദുബായിൽ ഒരു കേസിനകത്ത് പെട്ടാൽ ഇവിടെ പെടുന്നതിന്റെ കൂട്ടമല്ലല്ലോ അവിടുത്തെ നിയമം. നമുക്ക് ഇവിടെ പിന്നെ നമുക്ക് ഈ ഊരിക്കൊണ്ടൊക്കെ പോരാ, പക്ഷെ ആ ഒരു അവസ്ഥയിലേക്കല്ല. അപ്പം റോയിയുടെ അതുപോലെ സാമ്പത്തിക ഒരു കാര്യം ആരും വന്നില്ലല്ലോ. റോയിയുടെ സാമ്പത്തികത്തിന്റെ പിറവിൽ കൂറ്റൻ രാഷ്ട്രീയക്കാർ, അത് ഒരുപക്ഷെ കർണാടകത്തിൽ നിന്ന് ഈ രാഷ്ട്രീയക്കാർ അറിയാമല്ലോ. കർണാടക രാഷ്ട്രീയത്തിനകത്ത് ഏത് പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം BJP അധികാരത്തിൽ നിന്ന് പോയതാ? കോടിക്കണക്കിന് രൂപയുടെ അഴിമതി. ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ അത്തരത്തിൽ മഹാരാഷ്ട്ര പോലെ സാമ്പത്തിക സെറ്റപ്പ് ഉള്ളത് രാഷ്ട്രീയക്കാരെല്ലാം അഴിമതി. അവിടെ നിന്നുള്ള ഫണ്ടും നമ്മൾ ഈ പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള, അതായത് ഇതിന്റെ പിറകിൽ അനധികൃത ഫണ്ട് കൂടുതലായിട്ടുണ്ട്. റോയ് 9,000 കോടി രൂപയുടെ ആളാണെങ്കിലും റോയിയെ തീർക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ, തീർക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലേക്കും നമ്പൂരിയെ വരട്ടി 10 പഠിച്ച് മാറ്റിയ കഥ പോലെ അല്ല ഈ കഥ. ആ സിനിമാക്കാരും ഇതിന്റെ പുറകിലുണ്ട്. അന്താരാഷ്ട്ര മാനമുള്ള പണം, അതായത് അദ്ദേഹത്തിന്റെ സ്ലോവാക്യ, അവിടെ സ്ലോവാക്യ ആ രാജ്യത്തിന്റെ കാര്യം അറിയാമല്ലോ. ആ രാജ്യത്തിന്റെ ആയക്കടത്ത് ഇപ്പൊ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് റോയിയുടെ മരണം ദുരൂഹമാകുന്നു. എല്ലാവരും കൈയെടുക്കുന്നു, കുടുംബം കൈവിടുന്നു. മാനേജർ പറഞ്ഞു, ഇപ്പൊ MD ഇയാൾ ജോസഫ് ഇവിടുത്തെ മാനേജർ, ഒരു കുഴപ്പവുമില്ല, പ്രശ്നങ്ങളില്ല, ബാധ്യതകളില്ല. പക്ഷെ എന്തിനു വീണ്ടും ഭയക്കുന്നു? അത് ഇതായത് ഇദ്ദേഹത്തിന്റെ മരണത്തിന്റെ പിറകിൽ നമ്മൾ നാളെ കാലത്ത് വരാൻ പോകുന്നത്, നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞ പോലെ അന്താരാഷ്ട്ര മാനമാണ്. അല്ലെങ്കിൽ റോയിയുടെ പണം സീറോ ഡെപ്ത് എന്നാണല്ലോ പറയുന്നത്. അതിന് അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പറയുമ്പോൾ റോയി മറിച്ചിരുന്ന കോടികൾ ഒരുപക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്, രാജ്യത്തിന് ഉപയോഗിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഫണ്ടാണ്. അത് ഈ കേരളത്തിൽ നിന്ന് അയാൾ എറണാകുളത്തു നിന്ന് ബാംഗ്ലൂരിൽ പോയി, ബാംഗ്ലൂരിൽ നിന്ന് ദുബായിൽ പോയി, ദുബായിൽ നിന്ന് രാജ്യാന്തരമായിട്ട് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അപ്പോൾ ഈ UAE-യിലാണ് ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ UAE സ്വാഭാവികമായിട്ടും അന്വേഷിക്കുന്നത് എവിടെ നിന്നാണ് ഇയാൾക്ക് ഇത്രയും പണം. പണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും അന്വേഷിക്കില്ല. ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും UAE-യിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷേ അടുത്ത കാലത്തായിട്ട് UAE ഇന്ത്യയും തമ്മിലൊരു കരാറിൽ ഒപ്പുവെച്ചു. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെയും UAE-യിലേക്ക് സാമ്പത്തിക കാര്യങ്ങളൊക്കെ തന്നെ പരസ്പരം ഷെയർ ചെയ്യുന്നു. ഇപ്പം ധാരാളമായിട്ട് പണം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് ഈ പണം എന്ന് UAE അധികൃതർ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിക്കുക പറഞ്ഞ് ഇന്ത്യയിൽ ചെയ്ത ബിസിനസ്, ആ ബിസിനസ്സിലൂടെ എനിക്ക് വലിയ ലാഭം കിട്ടി, ആ പണം കൊണ്ട് ഞാൻ ഇവിടെ നിക്ഷേപം നടത്തുന്നു. അങ്ങനെയാണ് ദുബായിൽ വലിയൊരു പാർട്ടി നടത്തുന്നത്. ഈ ദുബായിലെ പാർട്ടിയിലേക്ക് സിനിമാ താരങ്ങൾ, രാഷ്ട്രീയക്കാരടക്കം ഒരുപാട് ആളുകൾ നിക്ഷേപം നടത്തുന്നു. ഈ നിക്ഷേപം മുഴുവൻ ഇയാളുടേതാണ്, അതായത് ഈ റോയിയുടേതാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നടത്തുന്നത്. അങ്ങനെ നിന്നപ്പോൾ UAE അവിടെ നിന്ന് ഈ ഡീറ്റെയിൽസ് എല്ലാം ശേഖരിച്ചിട്ട് ഇന്ത്യയിലെ ആദായ നികുതി വകുപ്പിന് മറ്റു ഉദ്യോഗസ്ഥർക്കൊക്കെ അയച്ചു കൊടുക്കുന്നു. നിങ്ങളൊന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിവരങ്ങളെ സംബന്ധിച്ച് റോയിക്ക് ചില സൂചനകൾ കിട്ടി. അങ്ങനെയാണ് ഈ ബാംഗ്ലൂരിൽ നിന്ന് മാറി കേരളത്തിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷണം നടത്തിയത്. ഈ ഇടപാടുകളുടെ എല്ലാ രേഖകളും കിട്ടിയാൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഈ റിപ്പോർട്ട് UAE-യിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ റോയ് ഇൻവെസ്റ്റ് ചെയ്ത മുഴുവൻ പണം അവിടെ സീസ് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ അവിടുത്തെ സർക്കാർ അത് മരവിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം മറുപടി പറയേണ്ടത് റോയിയാണ്. അല്ല വിനോദ്, ഇദ്ദേഹം പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഞാൻ അറിഞ്ഞതും വരുന്നതും അനുസരിച്ചാണെങ്കിൽ അവിടുന്ന് അത് സീസ് ചെയ്തിട്ട് അന്വേഷണം ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ ആവശ്യപ്പെട്ടു ഇതിന്റെ ഡീറ്റെയിൽസ്. അതെ, അപ്പം ചോദിക്കുന്നത് ഇതിന്റെ സോഴ്സ് കാണിക്കണമല്ലോ, സ്രോതസ് കാണിക്കണമല്ലോ. ഇവിടെ റോയ്ക്ക് വേണ്ടി പണം മുടക്കിയ സിനിമാ താരങ്ങൾ ആരും വന്നില്ല. റോയ്ക്ക് വേണ്ടി പണം മുടക്കി അല്ലെങ്കിൽ അതിലേക്ക് കൂട്ടു ബിസിനസ്സിന് വന്ന ബിസിനസ്സുകാരെ കാണാനില്ല. അവരെല്ലാം തന്നെ ഒരു സ്റ്റെപ്പ് പിന്നോട്ട് വാങ്ങി. ഇനി അടുത്ത പ്രശ്നം, ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ദേശവിരുദ്ധ ശക്തികളുടെ സാന്നിധ്യമുണ്ടോ? കാരണം അവർക്ക് സംബന്ധിച്ച് പണം എവിടെയെങ്കിലും കൊടുത്താൽ മതിയല്ലോ. റോയിയെ സംബന്ധിച്ച് പണം കിട്ടിയാൽ മതി, അയാളത് ബിസിനസ് നടത്തിയിട്ട് നിക്ഷേപമായിട്ട് ഇരട്ടിയാക്കിയൊക്കെ കൊടുക്കുമായിരിക്കും. പക്ഷേ ഇതിൻ്റെ സോഴ്സ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയോ വ്യക്തികളോ ആണെങ്കിൽ റോയ് പെട്ടില്ലേ? റോയ്ക്ക് ഇത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇത് ഉൾപ്പെടണമെന്നില്ലല്ലോ. അയാളുമായിട്ട് ബിസിനസ് ചെയ്തപ്പോൾ ഇത്തരത്തിലുള്ള ചില ബന്ധങ്ങളുണ്ട്. എന്തായാലും
UAEയും ഇന്ത്യയും തമ്മിലുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ പരസ്പരം ശേഖരിക്കാനും പങ്കുവെക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇതാണ് റോയിയെ വല്ലാതെ കുഴപ്പത്തിലാക്കിയത്. അതുകൊണ്ടാണ് ഐ മീൻ ബിഗ് ട്രബിൾ എന്ന രീതിയിൽ ഒരു മെസ്സേജ് സഹോദരൻ അയച്ചു. ആ ട്രബിൾ ഉണ്ടായത് ഇന്ത്യയിലല്ല, മറ്റൊരു രാജ്യത്താണ്. അതായത് അറബ് രാജ്യത്ത് വെച്ചാൽ അറബ് രാജ്യത്തെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയേക്കാൾ കടുകട്ടിയാണ്. അതുകൊണ്ട് റോയി പെട്ടുപോകും. ഏറ്റവും അധികം ആശ്രയിക്കാൻ കഴിയുന്ന, അഭയം പ്രാപിക്കാൻ കഴിയുന്ന ഒരു രാജ്യം ഇന്ത്യയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ വന്ന് തെളിവുകൾ നിരത്തി ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ റോയിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയായിരുന്നത്. ഇനി ഈ സംശയത്തിന്റെ ദുരൂഹത മാറ്റണമെങ്കിൽ റോയിയുടെ കുടുംബാംഗങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കണം. എന്തുകൊണ്ട് റോയിയുടെ ഭാര്യ, മക്കൾ, അല്ലെങ്കിൽ ഈ പറയുന്ന MD ഇവരാരും മിണ്ടുന്നില്ല? ഇവർ വാർത്താ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചാണ്. അവിടെ നിന്ന് അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പിന്നോട്ട് മാറുന്നു, വാർത്താ സമ്മേളനം ഉപേക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിയമ വിദഗ്ധർ കൃത്യമായിട്ട് ഈ ഗ്രൂപ്പിന് നിയമോപദേശം നൽകി നിങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകരുത്, റോയിയുടെ മരണം കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുകയാണെങ്കിൽ അവസാനിച്ചോട്ടെ, പക്ഷേ വേരുകൾ തിരക്കി പോകുന്ന ഒരു അന്വേഷണ സംഘം ഇന്ത്യയിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. തീർച്ചയായിട്ടും. കാരണം റോയിയുടെ ഭാര്യയെയും MDയെയും സഹോദരന്റെയും ഒക്കെ മൊഴിയെടുക്കും അന്വേഷണ സംഘം എന്നാണ് പറയുന്നത്. ഇവിടെ റോയിയുടെ ഭാര്യയെ സംബന്ധിച്ച് റോയി തന്നെ ഡയറിയിൽ എഴുതി വെച്ചിട്ട് പോയത് എന്റെ ഭാര്യയ്ക്ക് എല്ലാം അറിയാം, എന്റെ അതെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തികപരമായ എല്ലാ കാര്യങ്ങളും ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, ഭാര്യയ്ക്ക് അറിയാം. അപ്പൊ കൃത്യമായി റോയി എവിടെ നിന്നാണ് ഫണ്ട് വാങ്ങിയത്, എങ്ങനെയാണ് ഫണ്ട് വന്നത്, അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണ് വന്നത്, ആരിൽ നിന്നാണ് വന്നത്, എന്തിനാണ് ഭയപ്പെട്ടത്, ആരെയാണ് ഭയപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി കുടുംബത്തിന് അറിയാം. അതുകൊണ്ടാണ് ഈ ചൊവ്വാഴ്ച, അതായത് എനിക്ക് തോന്നുന്നു ഇന്നലെയാണെന്ന് തോന്നുന്നു, അവര് പിന്നെ ഒരു പ്രസ് മീറ്റ് വെച്ചിരുന്നു. അടുത്ത പിൻഗാമി ആരാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു പ്രസ് മീറ്റ് ആണ് വെച്ചിരുന്നത്. പെട്ടെന്ന് തന്നെ അത് ഒഴിവാക്കി അവരൊക്കെ തിരിച്ച് ദുബായിലേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അന്വേഷണം ഇവിടം കൊണ്ട് അവസാനിക്കില്ല. കാരണം റോയിയുടെ ഈ പിന്നെ സമ്പാദ്യത്തിൽ അല്ലെങ്കിൽ റോയിയുടെ ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിലുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള രാജ്യവിരുദ്ധമായ പണമാണ് എങ്കിൽ, നമുക്കറിയില്ല, പണമാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പുറകിൽ തന്നെ അന്വേഷണ സംഘം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.